കുടുംബത്തിനു വേണ്ടി അങ്ങാടിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരാളെ കണ്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഈ അധ്വാനം യുദ്ധരംഗത്തായിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിലായിരുന്നു ഈ അധ്വാനമെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ അലാ വൽദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ് ഇൻ കാന ഖറജ യസ്ആ അലാ വാലിദൈഹി അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ് ഇൻ കാന ഖറജ അലാ നഫ്സിഹി യഉഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ വിചാരിച്ചോ യുദ്ധത്തിൽ പങ്കെടുക്കൽ മാത്രമാണ് പുണ്യകർമ്മമെന്ന്? എന്നാൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ അധ്വാനിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരമാണ്. പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ അധ്വാനമെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. ഇനി ഇവരാരുമില്ല, മറ്റൊരാളോട് കൈനീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാനാണ് ജോലി എടുക്കുന്നതെങ്കിൽ അതാണ് യഇഫുഹ, സ്വന്തം നഫ്സിനെ ഇഫത്തുള്ളതാക്കാൻ, അന്തസ്സുള്ളതാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ. ഭാര്യയും മക്കളും മാതാപിതാക്കളും ആരുമില്ല, ഒറ്റത്തടിയാണെങ്കിലും അധ്വാനിക്കണം. എന്തിനു വേണ്ടി? മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ്, പുണ്യകർമ്മമാണത്.